ഇന്ന് ഒരു വ്യക്തി വീഡിയോ ചെയ്തിരിക്കുക, 3 ഫോട്ടോ കൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ നീതിമാനാക്കിയത്. ഇവിടെ ആരും നീതിമാനാക്കിയില്ല സാറേ. ഇവിടുത്തെ പൊതുജനങ്ങൾ ഏറ്റെടുത്ത വികാരമാണ്. ഇവിടുത്തെ നിന്നുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ആളുകൾ വരുന്നത്. ആളുകൾക്ക് അദ്ദേഹത്തിനുള്ള സ്നേഹം കൊണ്ടാ, ആളുകൾക്ക് അദ്ദേഹത്തിനുള്ള കരുതൽ കൊണ്ടാ. ഇവിടെ കോൺഗ്രസ് പാർട്ടിയോ ഏതെങ്കിലും പാർട്ടി വിചാരിച്ചിട്ട് വരുന്നവരല്ല. അവരുടെ സ്നേഹത്തിന്റെ കൂടുതൽ കൊണ്ട് ആളുകൾ ഇങ്ങോട്ട് വരുന്നതാണ്. അല്ലാതെ ഇവിടെ ആരും നിങ്ങൾ സൃഷ്ടിക്കുന്ന പോലെ ഒരു ആദർശവാദിയോ അല്ലെങ്കിൽ സൈദ്ധാന്തികനെയോ ഞങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ കാണുന്ന പുതുപ്പള്ളിയിലെ ജനങ്ങൾ, അതുപോലെ തന്നെ സാധാരണക്കാർ, കേരളത്തിൽ നിന്നും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമില്ലാത്തവരുമൊക്കെ ആ കല്ലറയിലേക്ക് ഇന്ന് കടന്നു വരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുള്ള സ്നേഹം കൊണ്ടാ. അദ്ദേഹം അവരെ സ്നേഹിച്ചതുകൊണ്ടാണ്. ആ സ്നേഹം നമ്മൾ കണ്ടതല്ലേ. 3 ദിവസം ഉറങ്ങാതെ നിന്ന സ്നേഹം. ആൾക്കാർ ഇന്നും ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിന് ആരുടെയും സൃഷ്ടി, അദ്ദേഹം ആരുടെയും സൃഷ്ടിയല്ല, അദ്ദേഹം സ്വയം സൃഷ്ടിച്ചെടുത്ത ഒരു ഇന്ദ്രജാല വിദ്യയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും എന്റെ പേര് കേൾക്കാത്തത്. പുതുപ്പള്ളി ഫെസ്റ്റിന് ഞാൻ സംഘടിപ്പിച്ച പുതുപ്പള്ളി ഫെസ്റ്റ്, 4 ദിവസത്തെ പുതുപ്പള്ളി ഫെസ്റ്റ്, ആ ഫെസ്റ്റിന് ആങ്കർ വിളിച്ച പേര് ഉമ്മൻചാണ്ടി. ഞാൻ ഓർത്തുപോയി. കഴിഞ്ഞ ദിവസം ഈ സൈക്കിളുമായി 2 കുട്ടികളുടെ മുന്നിൽ പോയി. ആ കുട്ടികൾ ഉമ്മൻചാണ്ടി എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ ഓർത്ത് ഈ കുട്ടിക്ക് ഒരു കാരണവശാലും അപ്പെ അറിയാൻ ഒരു വഴിയില്ല. കൊച്ചുകുട്ടിയാ, അവര് LKG-യിലായിരിക്കും. അതെങ്ങനെയാണ് അവരുടെ മനസ്സിൽ എന്റെ പേര് മാത്രം വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്? സംശയമല്ലോ, മിണ്ടുന്നില്ല. അതുകൊണ്ട് ഇന്നും ഈ നാട് സ്നേഹിക്കുന്ന ഉമ്മൻചാണ്ടിയെ, നിങ്ങൾ സ്നേഹിക്കുന്ന ഉമ്മൻചാണ്ടിയെ, ആ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ, അനശ്വരമായിട്ടുള്ള ഓർമ്മകൾ, ആ ഓർമ്മകളാണ് നമുക്ക് കരുത്ത്. ഇവിടെ ശ്രീ KC വേണുഗോപാൽ വരുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം. കാരണം അദ്ദേഹം എൻ്റെ പിതാവിനെ പിന്തുണച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസാന കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിന് പൂർണ്ണമായ പിന്തുണ കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇവിടെ കടന്നു വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യം, അതിനുശേഷം ഈ ഒരു പരിപാടിക്ക് ശേഷം ഈ സൈക്കിൾ പ്രതിഷേധം, സൈക്കിൾ പ്രചരണത്തിന് ശേഷം സൈക്കിൾ പ്രതിഷേധം കൂടി. പെട്രോളിന്റെ വില അടിക്കടിക്ക് വർദ്ധിപ്പിക്കുന്നു. അതിനോട് ചേർന്ന് നമുക്കറിയാം, ഹോട്ടലിൽ ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഹോട്ടലില്ല, പെട്രോൾ പമ്പുകളില്ല, ഗ്യാസ് ഇല്ല, എല്ലാം അടയ്ക്കുക. ആ ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ കോൺഗ്രസിനെ നയിക്കുന്ന ശ്രീ KC വേണുഗോപാൽ വന്ന് ഒരു പ്രതിഷേധ സൂചകമായി ഇവിടെ ഈ കൺവെൻഷൻ ഹാളിൽ നിന്ന് അങ്ങ് പമ്പാടി ബസ് സ്റ്റാൻഡിലേക്ക് സൈക്കിൾ ചവിട്ടി ആ പ്രതിഷേധത്തിൽ പങ്കാളികളാവുന്നത് ഏറ്റവും അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് നാളുകളിൽ അത് രാജ്യം മൊത്തം ഏറ്റെടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലത്തെ ഒരു ഭരണമല്ലേ ഇന്ത്യയിലുള്ളത്? അതുപോലത്തെ ഒരു ഭരണമല്ലേ കേരളത്തിലുള്ളത്? 2 സർക്കാരുകളും മത്സരിച്ച് ജനത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ജനത്തെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാമോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പൂർണ്ണമായി ശ്രമം നടത്തുന്ന ഗവൺമെന്റുകൾ. ഇന്ന് അനാവശ്യമായൊരു യുദ്ധം ലോകത്തിന് പുറത്തുള്ളപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ ഒന്നും ചെയ്യാത്ത സർക്കാർ അങ്ങ് കേന്ദ്രത്തിനും ഇങ്ങ് കേരളത്തിനും. ഈ സർക്കാരുകൾക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ഇവിടെ നിന്ന് സൈക്കിൾ ചവിട്ടി അങ്ങോട്ട് പോകുമ്പോൾ. നമുക്കറിയാം, നമ്മുടെ നാടിന് മാറ്റം അനിവാര്യം, നമ്മുടെ നാടിന് ഒരു പുതുയുഗം അനിവാര്യം. 10 വർഷക്കാലം നമ്മൾ ഇടതുപക്ഷത്തിന് കീഴിലായിരുന്നു. ഇടതുപക്ഷത്തിന്റെ ദുർചെയ്തികൾ കേരളത്തിലെ ജനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി, അവരുടെ ജീവിതത്തെ ഇല്ലായ്മയും വല്ലായ്മയാക്കി മാറ്റി. ഇവിടുത്തെ ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്തേക്ക് പോവുക.